പെരുന്നാൾ ദിനമാണ്. ഈ പെരുന്നാൾ ദിനത്തിൽ ആര്യാടൻ കുടുംബത്തിനൊപ്പമാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ ആവേശ പോരാട്ടം നടക്കുകയാണ്. അപ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ വീടാണ്, കുടുംബമാണ് ഒപ്പമുള്ളത്. നല്ലൊരു പെരുന്നാളാണ്. അതിൻ്റെ ഒപ്പം വലിയൊരു തെരഞ്ഞെടുപ്പും വരികയാണ്. രണ്ടും ഒന്നിച്ചു വരുന്നു. എങ്ങനെ കാണുന്നു? അല്ല, ഈ പെരുന്നാൾ ദിനം എനിക്കൊരു ആശ്വാസമായിട്ട് എനിക്ക് തോന്നി. കാരണം തിരക്കിട്ട സ്ഥാനാർത്ഥി പര്യടനവും പ്രചരണത്തിനും ഇടയിൽ 2 ദിവസം ഒന്ന് കുടുംബത്തോടൊപ്പം എല്ലാവരെയും കൂടെ കാണാനും ഇരിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള പള്ളിയിൽ പോകാനും ഒക്കെയുള്ളൊരവസരം ഈ പിതാവ് ഉണ്ടായിരുന്നപ്പോഴുള്ള പെരുന്നാൾ കാലവും ഓർമ്മയിലുണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. ഇന്ന് പിതാവില്ലാത്ത ഒരു പെരുന്നാൾ ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കുറവ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്, പിതാവിൻ്റെ അസാന്നിധ്യം. കാരണം പെരുന്നാൾ ദിനത്തിൽ തലേദിവസം തന്നെ ഇത് ബലിയറുക്കേണ്ട മൃഗത്തെ തീരുമാനിക്കുന്ന കാര്യം, അത് കഴിഞ്ഞാൽ പെരുന്നാളിന് ആളുകളെ വിളിക്കുന്നത്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണത്തിൻ്റെ വിഭവങ്ങൾ തീരുമാനിക്കുന്നത്, അതൊക്കെ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്, ഞങ്ങളാരുമല്ല. അതൊക്കെ അദ്ദേഹം തീരുമാനിച്ച് എല്ലാ കാര്യങ്ങളും. എന്തിനേറെ ബിരിയാണിയിൽ എത്ര നെയ്യൊഴിക്കണം എന്ന് പോലും ചിലപ്പം അദ്ദേഹം പറഞ്ഞു തരുന്നൊരവസ്ഥയുണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഓർമ്മകൾ ആണ് വലിയൊരു എന്താ പറയുക പിതാവിൻ്റെ അസാന്നിധ്യത്തിൽ കാണുന്നത്. ഇപ്പോൾ ഉമ്മ കൂടി നമുക്കൊപ്പം ഉണ്ട്. ഉമ്മ, ആ പെരുന്നാൾ കാലം എങ്ങനെ ഓർത്തെടുക്കുന്നു? പഴയ ഇങ്ങനെ തിരക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, കിട്ടാറുണ്ടായിരുന്നു അദ്ദേഹത്തെ ഇവിടെ? തിരക്കൊക്കെ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവലുണ്ട്. നല്ല തിരക്കുണ്ടാവും. ഭക്ഷണത്തിനൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. ഇഷ്ടവിഭവങ്ങളൊക്കെ വരും, കുടുംബങ്ങളൊക്കെ വരും, എല്ലാവരും വരലുണ്ട്. വന്നിട്ട് അദ്ദേഹത്തിന് ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഭക്ഷണത്തിലൊക്കെ? സാധാരണ പെരുന്നാൾക്ക് ഞങ്ങൾ ഉണ്ടാക്കല് നെയ്ച്ചോറും മട്ടൻ കുറുമ കറിയോ എന്തെങ്കിലും ഉണ്ടാവും. നല്ല ചിക്കൻ പൊരിയും ബീഫ് പൊരി ഇതൊക്കെയാണ്. ഇത്തവണത്തെ ഒരു പ്രത്യേകത, തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അല്ലെങ്കിൽ ആ പ്രചാരണ ചൂടിലാണ്, മകൻ മത്സരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് അമ്മയ്ക്കത് പുതുമയല്ലായിരിക്കും, നേരത്തെ മുതൽ കാണുന്നതാണല്ലോ, എങ്കിലും മകൻ മത്സരിക്കുന്നു ഈ പെരുന്നാൾ കാലത്ത്. അപ്പോൾ എന്താ തോന്നുന്നത്? എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം തന്നെയാണ്, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. വേഗം കുറേ ആളുണ്ടായതുകൊണ്ട് ബിരിയാണി ആക്കണം എന്നുള്ളൊരിതാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൊട്ടടുത്താണ്, കുറേ ആൾക്കാർ വരുമല്ലേ ഇങ്ങോട്ട്? എല്ലാവരും ഉണ്ടാവും. സന്തോഷമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പത്നി കൂടെ ഉണ്ട്. എങ്ങനെയാണ്? നിങ്ങൾക്കും അറിയാലോ, ഇവിടെ തിരക്കായിരിക്കും, എല്ലാ പെരുന്നാൾ കാലത്തും തിരക്കായിരിക്കും, ഇലക്ഷൻ കാലത്തും തിരക്കായിരിക്കും. അപ്പോൾ ഇത്തവണത്തെ പെരുന്നാളിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്, തെരഞ്ഞെടുപ്പാണ്, അതും ആവേശം. നേരത്തെ പോലെയല്ല, വലിയ ആവേശത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്, സാധ്യത കൂടുതലെന്നൊക്കെ പറയുന്ന തെരഞ്ഞെടുപ്പാണ്. എങ്ങനെ തോന്നുന്നു? അപ്പോൾ സാധ്യത കൂടുതലെന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. പെരുന്നാൾ പിന്നെ എല്ലാ പ്രാവശ്യത്തിനേക്കാൾ ഇപ്രാവശ്യം എല്ലാവരും എന്തായാലും നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ കൂടുതലും ഇതിനെക്കുറിച്ചുള്ള നോക്കിയിട്ട് അങ്ങനെ വിഭവങ്ങളൊക്കെ കൂടുതൽ തയ്യാറാക്കുന്നതിന് തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചാരണ ചൂടുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ സാധ്യത കൂടുതലെന്നും പറയുന്നു. എന്താണ് ഒരു പ്രതീക്ഷ, വിജയപ്രതീക്ഷ എത്രത്തോളമാണ്? സാധ്യത കൂടുതലായിട്ട് തന്നെയാണ് തോന്നുന്നത്. വരുന്ന എല്ലാവരും പറയുന്നത് നമ്മൾ സന്തോഷമാണ്. സന്തോഷം തന്നെയാണ്. പ്രചാരണത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങുന്നുണ്ടോ? ഇല്ല, ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ഇറങ്ങണം അല്ലേ ഇനി? ഇപ്പോൾ മക്കളും കൂടി ഉണ്ട്. ഇത് കൊച്ചുമോളാണല്ലേ അദ്ദേഹത്തിന്റെ? ഒഷിൻ, ഒവിൻ, ഒലിൻ. ആ പേരുകളിൽ തന്നെ വലിയ പ്രത്യേകതയുണ്ട്. നേരത്തെ പറഞ്ഞ പെരുന്നാളാണ്, സന്തോഷ പെരുന്നാളാണ്. എന്താണ് ഇത്തരത്തെ പെരുന്നാളിന്റെ ഒരു പ്രത്യേകത? എന്താണ് ഇപ്രാവശ്യത്തെ പെരുന്നാളില്? എന്തായാലും പറഞ്ഞ പോലെ എല്ലാവരും നേരത്തെ എത്തും. അപ്പം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പം എല്ലാവരും കൂടാന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു ഇത്. പിന്നെ ഇലക്ഷൻ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പെരുന്നാളിൻ്റെ ഒരു ചൂടും ഇലക്ഷൻ ചൂടും എല്ലാം കൂടെ ഒപ്പം ഉണ്ടാകുമ്പോൾ എല്ലാവരും രസം എന്തായാലും പ്രശ്നം ഉണ്ടാകും. നിങ്ങളിത് എപ്പോഴും കാണുന്നതാണല്ലോ ഈ തിരക്ക്. അത് പെരുന്നാളായിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പിന് പ്രത്യേകിച്ച് ഈ പെരുന്നാൾ കാലത്തൊക്കെ ഇവരെ കിട്ടാറുണ്ടോ? പെരുന്നാളാകുമ്പോൾ എന്തായാലും പപ്പയായാലും ഇപ്പപ്പയായാലും എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. അവര് എന്തായാലും തലേന്ന് രാത്രി എന്തായാലും രണ്ടാളും എത്താറുണ്ട്. അപ്പം പിന്നെ ഇവർ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാകും. പിന്നെ ഉച്ചയ്ക്ക് ആയാലും വൈകുന്നേരം ആയാലും എല്ലാവരും ഇങ്ങോട്ടാണ് വരാറ്, നമ്മളുടെ തറവാട്. അപ്പം എല്ലാവരും ഇങ്ങോട്ടാണ് വരാറ്, ഇവരിവിടെ തന്നെ ഉണ്ടാകും. എങ്ങനെയാണ് ഇത്തവണത്തെ പെരുന്നാൾ? ഇലക്ഷനാണ്, തെരഞ്ഞെടുപ്പാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എങ്കിൽ പോലും ഇത്തവണ പ്രത്യേകതയാണ്. എന്താണ് ഇത്തവണത്തെ പെരുന്നാളിന്റെ ആഘോഷങ്ങൾ? ഇലക്ഷൻ ഉണ്ടായതുകൊണ്ട് എല്ലാവരും പെരുന്നാളിന്റെ മുമ്പും പിമ്പും ഒക്കെ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെരുന്നാളാകുമ്പം കുറച്ചുകൂടിയും നല്ല സന്തോഷമുള്ള പെരുന്നാൾ തന്നെയാണ് ഇലക്ഷൻ അടുപ്പിച്ചാകുമ്പോൾ. ഇപ്പൊ എന്താ, ബിരിയാണിയാണോ അതോ നെയ്ച്ചോറാണോ? എന്താണ് അതിന്റെ ഒരു സങ്കടത്തിൽ അല്ലെങ്കിൽ ഒരു വിഷമത്തിരിക്കുകയാണോ? എന്താണ്? അല്ല, ഇവിടെ നെയ്ച്ചോറിന് ഉണ്ടാക്കുന്നത് നല്ലത്. ബിരിയാണി ആകുമ്പോൾ ഓരോരുത്തർക്ക് മസാല ചിലർക്ക് കൂടുതൽ വേണ്ടി വരും, കുറവ് വേണ്ടി വരും. നെയ്ച്ചോറാണ് സേഫ്, അപ്പം അതിന് ചെയ്യല്.
ഇത്തവണ പിതാവ് ഒരിക്കൽ കൂടി മത്സരിക്കുകയാണ്, അതും ആവേശകരമായ പോരാട്ടമാണ്. വിജയം സുനിശ്ചിതമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ? അപ്പോൾ എങ്ങനെയാണ് വിജയ പ്രതീക്ഷയുള്ളത്? നമ്മള് നല്ല നല്ല പ്രതീക്ഷയാണ്. എന്താ മോളുടെ പേരെന്താ? മലീഹ. പെരുന്നാൾ എങ്ങനെയാ ആഘോഷിക്കുന്നേ? ഇന്ന് പെരുന്നാളായിരുന്നു, അറിഞ്ഞിട്ടില്ല. അതെന്താ? ഇലക്ഷൻ തിരക്കിലാണല്ലേ? ഇലക്ഷൻ തിരക്കിലാണോ? പ്രചാരണത്തിനൊക്കെ പോവോ? വോട്ടൊക്കെ ചോദിക്കോ? ചോദിക്കാറുണ്ട്, കൂടെ പോരട്ടെ. കോഴിക്കോടത്തെ ഫ്രണ്ട്സിനോടാ ചോദിക്കല്. ആണല്ലേ? സന്തോഷാണ് പെരുന്നാളിന്, ഹാപ്പിയാണ്. ഇപ്പോൾ ഒരു ചോദ്യം കൂടി. ഇപ്പോൾ നേരത്തെ മുതൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇപ്പോൾ ഇന്ന് രാവിലെ കൂടി പറഞ്ഞു തന്നത് എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യക്തിപരമായി ഒന്നും പറയാനില്ല, അങ്ങനെ ആക്രമിക്കാനില്ല, രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോവുക. അപ്പുറത്തുള്ള ആളുകൾ പി വി അൻവർ ഉൾപ്പെടെ വ്യക്തിപരമായി ആക്രമിക്കുമ്പോഴും അങ്ങ് സ്വീകരിക്കുന്ന നിലപാട് അങ്ങനെയാണ്. അങ്ങ് പറഞ്ഞത് പിതാവിൻ്റെ പാതയിൽ നിന്ന് പിന്തുടർന്ന അല്ലെങ്കിൽ അത് ലഭിച്ച ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? എന്താണ് ഇതിൻ്റെ? തീർച്ചയായും അത് പിതാവ് സ്വീകരിക്കുന്ന നിലപാടാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് അപ്പുറത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നമ്മളോട് വ്യക്തിവിരോധം കൊണ്ട് മത്സരിക്കുന്നതല്ല, അവരെ പാർട്ടി തീരുമാനിച്ച് അവർ മത്സരിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും. അതിന് നമ്മളവരോട് വ്യക്തിവിരോധം കരുതുകയോ അവർ വ്യക്തിപരമായി പരാമർശം നടത്തുകയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിതാവ് പ്രത്യേകം പറയും. 2016 ഇലക്ഷനിൽ ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുമ്പോഴും അതിനുമുമ്പ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ മത്സരിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു പ്രധാന കാര്യം അത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് വ്യക്തിപരമായ പരാമർശങ്ങൾ, പ്രത്യേകിച്ചും അപ്പുറത്തുള്ള സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഞാനൊരു നിലപാടിലാണ് ഉള്ളത്. അത് പിതാവ് പറഞ്ഞ ആ വാക്കുകൾ കാത്തു സൂക്ഷിക്കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് മുന്നോട്ട് പോകും. ഒറ്റ കാര്യം കൂടി, വിജയം എന്തായാലും ഉണ്ടാകും. ഭൂരിപക്ഷം ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കുമോ ഈ ഘട്ടത്തിൽ? അല്ല, അത് പ്രവചിക്കാം, എല്ലാവർക്കും പ്രവചിക്കാം. പക്ഷേ ഭൂരിപക്ഷം എത്രയെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് വോട്ടെണ്ണുമ്പം അറിയാൻ പറ്റും. പക്ഷേ എന്തായാലും പ്രചരണഘട്ടം ഒരു കുറച്ചുകൂടി എത്തുമ്പോഴേക്ക് നമുക്കൊരു ഭൂരിപക്ഷം പ്രവചിക്കാൻ പറ്റും ഏകദേശം. കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ കാലത്തെ ഇതിനെ അപേക്ഷിച്ചാണല്ലോ നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് എന്തായാലും പ്രവചിക്കാൻ പറ്റും, എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞാൽ. ഓക്കെ, എന്തായാലും പെരുന്നാൾ ദിവസമാണ്, തിരക്കാണ്, പ്രചാരണമൊക്കെ അദ്ദേഹത്തിനുണ്ട്. എങ്കിൽ കൂടിയും ഈ ചുരുങ്ങിയ സമയം നമുക്ക് അനുവദിച്ചു, സംസാരിച്ചു. എന്തായാലും കുടുംബത്തിന് എല്ലാവർക്കും പെരുന്നാൾ ആശംസ നേരുകയാണ്.